കെമിസ്ട്രി ചാനലിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. 10ാം ക്ലാസ്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ കടന്നില്ലേ. അപ്പോൾ പരീക്ഷയിലത്തെ തയ്യാറെടുപ്പുകൾ തുടങ്ങുന്ന സമയമായി. ലാസ്റ്റ് ചാപ്റ്ററാണ് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. അതുപോലെ തന്നെ രാസപ്രവർത്തനങ്ങൾ, നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഡിറ്റർജൻസ്, സോപ്പ്, അതുപോലെ തന്നെ ഇന്ധനങ്ങളിലാണെങ്കിലും ഒക്കെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ ആവശ്യമാണ്. അപ്പം ഇതെല്ലാം കെമിസ്ട്രിയുടെ ഒരു സംഭാവനയായിട്ടാണ് നമ്മൾ കെമിസ്ട്രിക്കാർ പറയേണ്ടത് അല്ലേ. ഓക്കെ, അപ്പം ഇനി അത്തരത്തിലുള്ള കുറച്ച് രാസപ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾക്ക് ഇന്ന് പഠിക്കാം. അതിൽ ഫസ്റ്റ് രാസപ്രവർത്തനമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? നമ്മൾ എവിടെയാണ് കേട്ടിട്ടുണ്ടാവുക? കളികളിൽ അല്ലേ, ഫുട്ബോൾ കളിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കേട്ടിട്ടുണ്ട്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? എല്ലാവർക്കും അറിയാം. കളിക്കളത്തിൽ ഇറങ്ങുന്നു, കളിക്കുന്നു, കളിച്ചൊക്കെ കഴിയുമ്പോൾ ഒരാൾക്ക് ക്ഷീണമാവുകയോ അല്ലെങ്കിൽ അസുഖമോ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട്, കളി മോശമായിട്ടാണെങ്കിലും അവരെ മാറ്റിക്കൊണ്ട് നമ്മളെ ബെഞ്ചിലിരിക്കുന്ന, റിസർവിലിരിക്കുന്ന ആളുകളെ നമ്മൾ കളിക്കാനായിട്ട് വിടുന്നു. കളിക്കാൻ വിടുമ്പോൾ എന്താ ചെയ്യാറ്? എക്സ്ട്രാ കയറ്റിയിടല്ലോ ചെയ്യാം. കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ മാറ്റിയിട്ട് പകരം അവിടേക്കാണ് നമ്മൾ റിസർവിലിരിക്കുന്ന അല്ലെങ്കിൽ ബെഞ്ചിലിരിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് നമ്മൾ കളിപ്പിക്കുന്നത്. ആ സെയിം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അതുകൊണ്ടാണ് അതിന് നമ്മൾ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നോക്കാം, ഇപ്പൊ ഒരു കോമ്പൗണ്ട്, ഇപ്പൊ ഏതാണ് കോമ്പൗണ്ട്? CH4. അപ്പൊ CH4 എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടിന്റെ പേര് എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താണ് CH4 എന്ന് പറഞ്ഞാല്? മീഥെയ്ൻ ആണ്. മീഥെയ്നും ക്ലോറിനും തമ്മിലുള്ള ഒരു റിയാക്ഷനാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ക്ലോറിൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ മൈതാനം എന്ന് വിചാരിക്കാം, പ്ലേ ഗ്രൗണ്ട്. ഇവിടെയാണ് കളി. ആരൊക്കെയാണ് കളിക്കാര്? കാർബൺ ഉണ്ട്, 4 ഹൈഡ്രജനും ഉണ്ട്. ഓക്കെ, അപ്പൊ കളിക്ക് ഇടയില് ഇതാണ് റിസർവുകാര്, 2 ക്ലോറിനാണ് റിസർവിലിരിക്കുന്നത്. അപ്പൊ കളിക്കിടയിൽ ഒരു ഹൈഡ്രജനെ നമ്മൾ ഇവിടെ നിന്ന് മാറ്റുകയാണ്, സബ്സ്റ്റിറ്റ്യൂഷന് കൊടുക്കുകയാണ്. എവിടേക്ക്? ബെഞ്ചിലേക്കാണല്ലോ പോവുക. അപ്പോൾ ഹൈഡ്രജൻ ഇവിടേക്ക് പോകും. അപ്പോൾ ബെഞ്ചിലുണ്ടായിരുന്ന ക്ലോറിൻ ഇങ്ങോട്ട് വന്നു, ഈ ഹൈഡ്രജന്റെ സ്ഥാനത്തേക്ക് വന്നു. അങ്ങനെ ഈ റിയാക്ഷൻ കഴിയുമ്പോൾ അപ്പൊ എന്തായിരിക്കും നമുക്കിവിടെ നോക്കാം. ഈ 3 ഹൈഡ്രജനും ഒരു മാറ്റമില്ല അല്ലേ. അപ്പൊ ഇവിടെ 3 ഹൈഡ്രജൻ തന്നെ എടുത്തു. ഇവിടെ ഹൈഡ്രജന്റെ സ്ഥാനത്ത് ആരാണ്? ക്ലോറിൻ ആണ്. ക്ലോറിൻ പ്ലസ് HCl. അപ്പോൾ ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് പോയപ്പോൾ HCl. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു കാർബണും 4 ഹൈഡ്രജനും ആയിരുന്നു പ്ലേ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത്. റിസർവ് ആയിട്ടാണ് ക്ലോറിൻ ഉണ്ടായിരുന്നത് 2 എണ്ണം. അപ്പോൾ അതിനിടയിൽ ഹൈഡ്രജനെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റി അല്ലേ, എന്തൊക്കെ കൊണ്ടുപോയി? റിസർവിലേക്ക്, ബെഞ്ചിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇരുന്ന ക്ലോറിൻ ഈ ഹൈഡ്രജന്റെ സ്ഥാനത്തേക്ക് വന്നു. അപ്പോൾ CH4 ആയിരുന്നത് എന്തായി? CH3Cl പ്ലസ് HCl. കാരണം ഇത് പോണില്ല, എവിടേക്ക് ഇരിക്കേണ്ട ക്ലോറിന്റെ കൂട്ടേരിപ്പുണ്ട് അല്ലേ. അപ്പൊ HCl ആയിട്ട് മാറുന്നു. അപ്പൊ എന്തുവരും? CH3Cl പ്ലസ് HCl എന്ന നമുക്ക്. ഇത്തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംയുക്തത്തിലെ ഒരു ആറ്റത്തിനെ മാറ്റിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് മറ്റൊരു ആറ്റമോ അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പോ വന്നു ചേരുന്നതിന് പറയുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മീഥെയ്നും ക്ലോറിനും കൂടി ചേരുമ്പോൾ ക്ലോറോ മീഥെയ്ൻ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ പേര് എന്താണ്? ക്ലോറോ മീഥെയ്ൻ പ്ലസ് HCl. ഇനി ഈ ഒരു റിയാക്ഷൻ ഒറ്റയടിക്ക് നടക്കുന്നില്ല, ഘട്ടം ഘട്ടമായിട്ടാണ്. കാരണം ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത്രയും ഹൈഡ്രജനുകളെ നമ്മൾക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു റിയാക്ഷനിൽ നോക്കാം. ഇപ്പൊ CH3Cl ആണ്. അപ്പൊ CH3Cl പ്ലസ് Cl അഗൈൻ ക്ലോറിൻ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ റിയാക്ട് ചെയ്യുമ്പോൾ 3 ഹൈഡ്രജൻ ഉണ്ടായിരുന്നത് മാറുന്നു. ആ സ്ഥാനത്തേക്ക് ആര് വരും? ക്ലോറിൻ വരും. അപ്പൊ 3 ഹൈഡ്രജൻ എന്തായി മാറി? 2 ഹൈഡ്രജൻ ആയിട്ട് മാറി. അപ്പൊ എന്ത് വരും? CH2
Cl2 പ്ലസ് HCl. ഇതെല്ലാം സൺലൈറ്റിന്റെ പ്രസൻസിൽ, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ CH2Cl2 പ്ലസ് HCl. അപ്പോൾ ഇവിടെ 2 ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, 2 എണ്ണം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്താ പറയാ, ഡൈ എന്ന് പറയും. 3 എണ്ണം വന്നു കഴിഞ്ഞാൽ ട്രൈ എന്ന് പറയും. 4 എണ്ണം വന്നാലോ ടെട്ര എന്ന് പറയും. അപ്പൊ ഇവിടെ എത്ര എണ്ണാണുള്ളത്, 2 ക്ലോറിൻ ആണ്. അപ്പൊ എന്താ പറയാ, ഡൈക്ലോറോ മീഥേൻ എന്നാണ് ഇതിന്റെ പേര്, ഡൈക്ലോറോ മീഥേൻ പ്ലസ് HCl. അപ്പൊ ഇനിയും റിയാക്ഷൻസ് നടക്കും അല്ലേ. അടുത്തത് വരുമ്പോൾ CH2Cl2 പ്ലസ് Cl2 gives, അപ്പൊ വീണ്ടും ഒരു ഹൈഡ്രജൻ പോയി. അപ്പൊ ഇവിടെ CHCl3 പ്ലസ് HCl. അപ്പൊ ഇത് എത്ര എണ്ണം ഉണ്ട്, 3 ക്ലോറിൻ ആയി. അപ്പൊ എന്താ അതിന്റെ പേര് വരുന്നത്, ഡൈ കഴിഞ്ഞ ട്രൈ അല്ലേ. അപ്പൊ ട്രൈക്ലോറോ മീഥേൻ എന്നാണ് പേര് പറയുന്നത്, ട്രൈക്ലോറോ മീഥേൻ പ്ലസ് HCl. ഇതിനെ തന്നെയാണ് നമ്മൾ ക്ലോറോഫോം ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി വീണ്ടും ഒരു ഹൈഡ്രജനും കൂടെ പോകാനുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് വരും, CCl4. ഈ CCl4 നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, എവിടെയാണ് CCl4, ടെട്രാ ക്ലോറോ മീഥേൻ എന്നാണ് ഇതിനെ പറയുന്നത്, ടെട്രാ ക്ലോറോ മീഥേൻ പ്ലസ് HCl. അങ്ങനെ ഓരോന്നും Hനെ ഹൈഡ്രജനെ മാറ്റി മാറ്റി ആ സ്ഥാനത്തേക്ക് മറ്റൊരു ആറ്റം അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. മീഥേൻ കഴിഞ്ഞു. ഇനി ഈഥെയ്ൻ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഈഥെയ്ൻ എന്ന് പറഞ്ഞാൽ 2 കാർബൺ ഉണ്ട്, 6 ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ സ്ട്രക്ചർ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. 2 ക്ലോറിൻ ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെയും വ്യത്യാസമൊന്നുമില്ല, നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു ഹൈഡ്രജനെ മാറ്റുന്നു, ഹൈഡ്രജൻ ക്ലോറിന്റെ സ്ഥാനത്തേക്കും ക്ലോറിൻ ഈ ഹൈഡ്രജന്റെ സ്ഥാനത്തേക്കും വന്നു. ഓക്കെ, അപ്പൊ ഇവിടെ സ്ട്രക്ചർ നോക്കൂ. ഇവിടെ CH3CH2Cl പ്ലസ് HCl കണ്ടോ, CH3 ഇങ്ങനെയും എഴുതാം. സ്ട്രക്ചർ നമ്മൾ എഴുതുമ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതാം. പ്ലസ് ക്ലോറിൻ വരുമ്പോൾ CH3CH2Cl. ഓക്കെ, CH3CH2Cl പ്ലസ് HCl. അതിനെ നമ്മൾ മോളിക്കുലർ ഫോർമുലയിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതാം, C2H6 പ്ലസ് Cl2 gives C2H5Cl, C2H5Cl പ്ലസ് HCl. ഓക്കെ, ഇതിന്റെ അടുത്ത ഘട്ടം നോക്കി നോക്കാം. അടുത്ത ഘട്ടം നോക്കുമ്പോൾ C2H5Cl പ്ലസ് Cl2 gives, ഇതിനോട് എന്ത് ചെയ്യണം, ഹൈഡ്രജന്റെ എണ്ണം ഒന്ന് കുറയ്ക്കണം. അപ്പൊ എന്ത് വരും, C2H4Cl2 പ്ലസ് HCl. അപ്പൊ എല്ലാത്തിലും എന്തുണ്ട്, HCl ഉണ്ട്. അതുപോലെ തന്നെ സൺലൈറ്റിന്റെ പ്രസൻസിലാണ് ഇത്തരം രാസപ്രവർത്തനങ്ങൾ നടക്കുക. പരീക്ഷയ്ക്ക് സാധാരണയായിട്ട് മീഥെയിന്റെയോ അല്ലെങ്കിൽ ഈഥെയിന്റെയോ ഡിസ്പ്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ടൈപ്പ് റിയാക്ഷൻ ആണ് അഡീഷൻ റിയാക്ഷൻ. അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കൂട്ടിച്ചേർക്കുക. അപ്പൊ ഇവിടെ റീപ്ലേസ്മെന്റ് ഇല്ല അല്ലെ, സബ്സ്റ്റിറ്റ്യൂഷൻ പോലെ ഒന്നും മാറിയിട്ടല്ല വരുന്നത്, കൂട്ടിച്ചേർക്കലുകൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനകത്ത് നമ്മൾ സാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകളാണ് എടുത്തിരുന്നത്. കാരണം എല്ലാ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ടുകൾ മാത്രമുള്ള, ഏകബന്ധനം മാത്രമുള്ള സംയുക്തങ്ങളാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനത്തിൽ എടുക്കുക. ഓക്കെ, പക്ഷേ അഡീഷൻ റിയാക്ഷനകത്ത് ഒന്നുകിൽ അത് ഡബിൾ ബോണ്ട് ആയിരിക്കും, ദ്വിബന്ധനമായിരിക്കും, അല്ലെങ്കിൽ ത്രിബന്ധനമായിരിക്കും. അപ്പോൾ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുന്ന അല്ലെങ്കിൽ ദ്വിബന്ധനമോ ത്രിബന്ധനമോ വരുന്ന അൺസാച്ചുറേറ്റഡ് അപൂരിതമായ സംയുക്തങ്ങളിലാണ് അഡീഷൻ റിയാക്ഷൻസ് നടക്കുക. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത് പൂരിത സംയുക്തങ്ങൾ സാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകളിലാണ്. എന്ന് വെച്ചാൽ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ടുകൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അഡീഷൻ റിയാക്ഷൻ വരുമ്പോൾ അവിടെ ഒന്നുകിൽ ഡബിൾ ബോണ്ട് ആയിരിക്കും അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. അപ്പോൾ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകളിൽ നടക്കുന്ന റിയാക്ഷൻ അഡീഷൻ റിയാക്ഷനും സാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകളിൽ നടക്കുന്ന റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനവുമായിരിക്കും. ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ അഡീഷൻ റിയാക്ഷൻ ആണ്, പേര് പറയുന്നത് പോലെ തന്നെ ആഡിങ് ആണ്, കൂട്ടിച്ചേർക്കലുകളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണം ഞാനിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഡബിൾ ബോണ്ടിന്റെയും ഒരു ട്രിപ്പിൾ ബോണ്ടിന്റെയും കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഇവിടെ 2 കാർബൺ ആണ് ഉള്ളത്. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് ഹൈഡ്രജൻ H2 gives. അപ്പോ ഇവിടെ ഡബിൾ ബോണ്ടുകൾ റിയാക്ഷൻ കഴിയുമ്പോൾ ഒരു ഹൈഡ്രജൻ ഇവിടെ വന്നു ചേരുമ്പോൾ ഈ ഒരു ബോണ്ട് മാറും, അടുത്ത ഹൈഡ്രജൻ ഇവിടേക്കും വന്നു ചേരും. ഓക്കെ, 2 ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോ ഇവിടെ എന്ത് വന്നു? ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറുന്നു, ദ്വിബന്ധനം ഏകബന്ധനമായിട്ട് മാറുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ അവിടെ വ്യത്യാസം വരുന്നത് എവിടേക്കാണ്? അവരുടെ ബോണ്ടിങ്ങിലാണ് ചേഞ്ചസ് സംഭവിക്കുന്നത്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ അത് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറുന്നു, അതേസമയം ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അത് ഡബിൾ ബോണ്ട് ആവുകയും എഗെയിൻ ആ റിയാക്ഷൻ നടന്നുകൊണ്ട് അവസാനം സിംഗിൾ ബോണ്ട് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ നോക്കാം, CH2 ഡബിൾ ബോണ്ട് CH2. അപ്പൊ ഇതിന്റെ പേരെന്താണ്? ഈഥീൻ ആണ് അല്ലെ. അപ്പോ ഈഥീനെ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഈഥെയ്ൻ ആയിട്ട് മാറുന്നു. ഈഥീൻ എന്തായിട്ട് മാറുന്നു? ഈഥെയ്ൻ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറുന്നു. അടുത്തത് നോക്കുക, ഈഥൈൻ ആണ്. ഈഥൈൻ അവസാനത്തെ 3 ശ്രദ്ധിച്ചാലാണ് നമുക്ക് ആ പേരുകളൊക്കെ നല്ലോണം പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ അവസാനത്ത് നോക്കുക, ഈഥൈൻ. കാരണം എന്താണ്? ട്രിപ്പിൾ ബോണ്ട് ആണ്, ഓരോ ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ അടുത്ത ഹൈഡ്രജനുമായിട്ട് ബോണ്ടിങ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് എന്തായിട്ട് മാറി? ഡബിൾ ബോണ്ടുള്ള ഈഥീൻ ആയിട്ട് മാറി. ഈഥൈൻ ഈഥീൻ ആയിട്ട് മാറുന്നു. ആ ഈഥീൻ വീണ്ടും ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്തായിട്ട് മാറിയത്? ഈഥെയ്ൻ എന്ന് പറയുന്ന സിംഗിൾ ബോണ്ട് ആയിട്ട് മാറിയത്. അടുത്തത് 3 കാർബൺ ഉള്ളത് പ്രൊപ്പീൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. CH3 CH CH2 CH3 CH CH2 പ്രൊപ്പീൻ. അത് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഈ ഡബിൾ ബോണ്ട് മാറിയിട്ട് സിംഗിൾ ബോണ്ട് ആവണം. അപ്പൊ നമ്മൾ ഓരോ ഹൈഡ്രജനെയും ഓരോ ഇതിലേക്ക് കൊടുക്കണം. ഒരു ഹൈഡ്രജനെ ഇവിടേക്ക് കൊടുക്കുക, ഒരു ഹൈഡ്രജനെ ഇവിടേക്ക് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? CH3 CH2 CH3 എന്ന് പറയുന്ന പ്രൊപ്പൈൻ കിട്ടും. അപ്പോൾ പ്രൊപ്പീൻ എന്ന് പറയുന്നത് പ്രൊപ്പൈൻ എന്നായിട്ട് മാറുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ പേര് എഴുതാൻ പഠിക്കണം. അപ്പൊ പേര് എഴുതാൻ പഠിക്കണമെങ്കിൽ നമ്മൾ 6ാമത്തെ ചാപ്റ്റർ നല്ലപോലെ പഠിച്ചാൽ മാത്രമേ 7ാമത്തെ ചാപ്റ്ററിലും ആൻസറുകൾ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ 6th ചാപ്റ്റർ നല്ലപോലെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH2 പ്രൊപ്പീൻ തന്നെയാണ്. അത് ഇവിടെ ഹൈഡ്രജന്റെ സ്ഥാനത്ത് നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നത്? ക്ലോറിൻ ആണ് എടുത്തിരിക്കുന്നത്. ക്ലോറിൻ. അപ്പോ വ്യത്യാസമൊന്നുമില്ല, ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന സ്ഥാനത്ത് എന്ത് ആഡ് ചെയ്യുന്നു? ക്ലോറിൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പൊ എന്താ ഉത്തരം വരും? CH3 CHCl CH2 Cl എന്ന് വരും. CH3 CHCl CH2 Cl. അപ്പൊ നമ്മൾ നോക്കുക എവിടേക്കാണ് ക്ലോറിന്റെ പൊസിഷൻ വരുന്നത്. അപ്പൊ ക്ലോറിൻ നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ 1 2 3 വരുന്ന നമ്പർ ഇടും. 1ാമത്തെയും 2ാമത്തെയും കാർബണിന്റെ കൂടെയാണ് ക്ലോറിൻ വരുന്നത്. അപ്പൊ നമ്മൾ എന്തിട്ടു? 1,2 എന്നിട്ടു. പിന്നെ ഡിജിറ്റും ലെറ്ററും തമ്മിൽ വരുന്ന സമയത്ത് നമ്മളൊരു ഹൈഫൺ അവിടെ ആഡ് ചെയ്തു. ക്ലോറിൻ ആണ് നമ്മൾക്ക് വരുന്നത്, പക്ഷെ ക്ലോറിൻ 2 പ്രാവശ്യം ആഡ് ചെയ്തതുകൊണ്ട് ഡൈക്ലോറോ എന്ന് നമ്മൾ കൊടുത്തു. പിന്നെ കാർബണിന്റെ എണ്ണം 3 ആയതുകൊണ്ട് പ്രൊപ്പൈൻ. എല്ലാം സിംഗിൾ ബോണ്ട് ആണ്, അപ്പൊ പ്രൊപ്പൈൻ. അപ്പൊ ആ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ള ആ കോമ്പൗണ്ടിന്റെ പേര് എന്താണ്? 1,2 ഡൈക്ലോറോ പ്രൊപ്പൈൻ. ഓക്കെ, ഇനി 4 ഉള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബ്യൂട്ടീൻ ആണ്. ഇപ്പൊ ഒരു സിംഗിൾ മോളിക്യൂൾ എടുക്കുന്നതിന് പകരം നമ്മളൊരു കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ ബ്രോമൈഡിനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനെ എടുത്തിരിക്കുന്നത് ഹൈഡ്രജൻ ബ്രോമൈഡിനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് 2ാമത്തെയും 3ാമത്തെയും കാർബണുകൾക്കിടയിലാണ് ഡബിൾ ബോണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് എന്തിനാ കൊടുക്കാം? ഹൈഡ്രജനെയും ബ്രോമിനെയും കൊടുക്കാം. അപ്പൊ അതിന്റെ എന്താണെന്ന് നോക്കാം. CH3 അങ്ങനെ തന്നെ CH3 എഴുതി. ഇവിടെ CH, ഇവിടെ ഒരു ഹൈഡ്രജൻ ഇവിടെ ഈ CHലാണ് കൊടുക്കണേന്ന് വിചാരിക്കാം. അപ്പൊ അതെന്തായിട്ട് മാറി? 2 ഹൈഡ്രജൻ ആയി മാറി. CHന് പകരം CH2 ആയി മാറി. സിംഗിൾ ബോണ്ട്. ഇവിടുത്തെ CHലേക്ക് പകരം ആരെ കൊടുത്തു? ബ്രോമിൻ കൊടുത്തു അല്ലേ. അപ്പൊ CH ഒന്നില്ലെങ്കിൽ ഇവിടെ തന്നെ Br എഴുതാം, അല്ലെങ്കിൽ ഇവിടെ Br നമ്മൾ ഒരു ബോണ്ട് ഇട്ടിട്ട് താഴേക്ക് കൊടുക്കാം. CH3ക്ക് വേറെ മാറ്റമില്ല. അപ്പൊ ഹൈഡ്രജൻ 2 സ്ഥലത്തേക്കും കൊടുത്തു. അപ്പോൾ 1 2 3 4 കാർബൺ ആയി. ബ്രോമിൻ ആണ് ബ്രാഞ്ച് വരുന്നത്. അപ്പൊ ഇനി എത്രാമത്തേലാണ് ബ്രോമിൻ വരുന്നത് എന്നുള്ളത് നമ്മൾ നമ്പർ ഇടുമ്പോൾ അറിയാലോ അല്ലെ. എങ്ങനെയാണ് ബ്രാഞ്ച് വരുന്ന സമയത്ത് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വേണം നമ്പർ ഇടാനായിട്ട്.
അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ നമ്പർ ഇട്ട് തുടങ്ങാം. 1 2 3 4 എന്ന് കൊടുക്കാം. അപ്പൊ എത്രാമത്തെ കാർബണിലാണ് ബ്രോമിൻ വന്നിരിക്കുന്നത്? രണ്ടാമത്തെ കാർബണിലാണ് ബ്രോമിൻ. അപ്പൊ പേര് കൊടുക്കുമ്പോൾ 2 ബ്രോമോ. ബ്രോമിനാകുമ്പോൾ എന്താ കൊടുക്കുക? 2 ബ്രോമോ. എല്ലാം സിംഗിൾ ബോണ്ടാണ്, 4 കാർബൺ ഉണ്ട്. അപ്പൊ അതിന്റെ പേര് ബ്യൂട്ടേൻ. അപ്പൊ അതിന്റെ പേര് എന്ത് വന്നു? 2 ബ്രോമോ ബ്യൂട്ടേൻ. എന്താ പേര് വരിക? 2 ബ്രോമോ ബ്യൂട്ടേൻ. തേർഡ് ടൈപ്പ് റിയാക്ഷൻ ആണ് പോളിമറൈസേഷൻ. പോളിമറുകൾ 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മോണോമറുകൾ എന്താണ്, പോളിമറുകൾ എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ലഘുവായ തന്മാത്രകളെയാണ് നമ്മൾ മോണോമർ എന്ന് പറയുന്നത്. ആ ലഘുവായ അനേകം മോണോമറുകൾ കൂടിച്ചേർന്നുകൊണ്ടുണ്ടാകുന്ന സങ്കീർണമായ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് പോളിമേഴ്സ് അല്ലേ? അപ്പോൾ ആ പോളിമറുകൾ ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2-3 പോളിമറൈസേഷൻ്റെ റിയാക്ഷൻസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട, ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമ്മൾക്കിത് എഴുതാനായിട്ട് സാധിക്കും. എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെയുള്ള ഇതൊക്കെയാണ് മോണോമറുകൾ, ലഘുവായ തന്മാത്രകൾ, സിമ്പിൾ ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. എന്താണ് CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്നത്? ഈഥീനാണ് അല്ലേ? അപ്പോൾ ഈഥീൻ എന്ന് പറയുന്ന തന്മാത്രകള് n ടൈംസ് ആഡ് ചെയ്യും. എത്ര എണ്ണം നമുക്ക് അറിയണില്ല. അപ്പൊ നമ്മൾ മാത്സിൽ എന്താ പറയാറുള്ളത്? n ടൈംസ് ആഡ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ n ടൈംസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് നമ്മൾക്ക് ഇപ്പുറത്തെ സൈഡിൽ കിട്ടുന്നു. അങ്ങനെ കിട്ടുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളുടെ മോണോമറുകളെല്ലാം എന്തായിരുന്നു? ഡബിൾ ബോണ്ടഡ് ആയിരുന്നു അല്ലേ? അപ്പോൾ അതിന്റെ ബോണ്ടിങ് ഒന്ന് മാറിയിട്ട് സിംഗിൾ ബോണ്ടഡ് ആയിട്ട് മാറുന്നു. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാനാണ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ ഇട്ടിട്ട് ഒരു ബോണ്ട് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും കൊടുക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടതും വലതും വശത്ത് വീണ്ടും എന്തുണ്ട്? CH2 കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ബ്രാക്കറ്റഡ് ആയിട്ട് ഇടുന്നത്. ഇതാണ് നമ്മളുടെ പോളിമറൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്. ഓക്കെ, അപ്പോൾ ഈഥീൻ എന്ന് പറയുന്ന മോണോമറുകള് നമ്പർ ഓഫ് ടൈംസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോളിമറാണ് പോളി ഈഥീൻ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. മോണോമറിന്റെ പേരിന്റെ മുൻപിൽ പോളി എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പോളിമറിന്റെ പേര് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഈഥീനെങ്കിൽ അതിന്റെ പോളിമറിന്റെ പേര് എന്തായിരിക്കും? പോളി ഈഥീൻ. അപ്പൊ പോളി ഈഥീനെ നമ്മൾ കോമൺ ആയിട്ട് പൊളിത്തീൻ എന്ന് പറയാറുണ്ട്. എന്താണ് പറയാറ്? പൊളിത്തീൻ. അപ്പൊ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, n എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഏത് ടൈപ്പ് റിയാക്ഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്? പോളിമറൈസേഷൻ ആണ്. അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH2 അത് ചെയ്യുമ്പോൾ അവിടെ സ്ക്വയർ ബ്രാക്കറ്റിൽ നോക്കാം. ഈ CH2വിന്റെ ഇപ്പുറത്തൊരു CH2 ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ് അല്ലെ? അവിടെ CH2 ഉണ്ട്, അതുപോലെ ഇപ്പുറത്തും ഒരു CH2 ഉണ്ട്. n ടൈംസ് അത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ആഡിഷൻ കഴിയുമ്പോഴാണ് നമ്മൾക്ക് പോളി ഈഥീൻ എന്ന് പറയുന്ന പോളിമർ കിട്ടുന്നത്. അടുത്തതായിട്ട് നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന PVC അല്ലെ? PVC. ആ PVCയും ഇതുപോലെ ഒരു പോളിമറൈസേഷൻ പ്രോസസ്സ് വഴി കിട്ടുന്ന ഒന്നാണ്. അപ്പൊ നോക്കുക, n ടൈംസ് നമ്മൾ ആഡ് ചെയ്യുന്നു. CH2 ഡബിൾ ബോണ്ട് CHCl. അപ്പൊ അത് ക്ലോറോ ഈഥീൻ ആണ് ശരിക്കും. ഇതിന്റെ പേരെന്താണ്? ക്ലോറോ ഈഥീൻ. പക്ഷെ അതിന് നമ്മൾ വിനൈൽ ക്ലോറൈഡ് എന്നും കൂടി പേരുണ്ട്. അപ്പോൾ വിനൈൽ ക്ലോറൈഡ് നമ്പർ ഓഫ് ടൈംസ് ആഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് കിട്ടുന്നു? പോളി വിനൈൽ ക്ലോറൈഡ് അഥവാ PVC. എന്താണ്? PVC എന്ന് കിട്ടുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, എവിടെയാണ് നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ടുള്ള ബോണ്ട് കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഈ ഡബിൾ ബോണ്ടിന്റെ അടുത്തുള്ള ആ കാർബണുകളിലേക്കാണ് നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിലെ ബോണ്ടുകൾ കൊടുത്തിരിക്കുന്നത്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എവിടെയാണ് ആ ബോണ്ട് വരുന്നതെന്നുള്ളത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഇതിനെയാണ് നമ്മൾ പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യവുമാണ്. ഓക്കെ, അടുത്തതാണ് CF2 ഡബിൾ ബോണ്ട് CF2. അപ്പൊ 4 ഫ്ലോറിൻ ഉണ്ട്. അപ്പൊ ടെട്രാ ഫ്ലൂറോ ഈഥീൻ അല്ലെ? ടെട്രാ ഫ്ലൂറോ ഈഥീൻ ആണ്. പോളിമറൈസേഷന് വിധേയമായി കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് ടെഫ്ലോൺ എന്നാണ് പറയുന്നത്. ഇപ്പൊ നോൺ സ്റ്റിക് പാത്രങ്ങൾ നമ്മൾ പറയുന്നത് അല്ലെ? ടെഫ്ലോൺ കോട്ടിംഗ് ഉള്ള പാത്രങ്ങൾ എന്ന് പറയുന്ന. അപ്പോൾ ടെഫ്ലോൺ ആണിത്.
അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നു CF2 n ടൈംസ് H. അപ്പോൾ മൂന്നാമത്തെയും നമ്മുടെ റിയാക്ഷൻ ഇവിടെ അവസാനിച്ചു. ഇനി അടുത്ത റിയാക്ഷൻ നമ്മൾക്ക് നോക്കാം. അടുത്ത റിയാക്ഷൻ ആണ് കമ്പസ്റ്റൻ അഥവാ ജ്വലനം, കത്തുക. അത് തന്നെ സിമ്പിൾ അല്ലേ. അപ്പോൾ ഏതൊരു ഹൈഡ്രോ കാർബണും വായുവിൽ കത്തുന്ന സമയത്ത് അതിലുണ്ടാകുന്ന പ്രോഡക്ട്സുകളാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ് ജ്വലന ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ അത് ബേണിംഗ് ആണെങ്കിൽ, കമ്പോസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ വായുവിന്റെ പ്രസൻസിലാണ് കത്തുക അല്ലെ. അപ്പോൾ വായുവിന്റെ പ്രസൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ്? ഓക്സിജൻ. അപ്പൊ ഓക്സിജന്റെ പ്രസൻസിൽ ഹൈഡ്രോ കാർബണുകൾ ബേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. കാരണം എല്ലാം ഇന്ധനങ്ങളാണ്, നമ്മൾ ഫ്യൂവൽസ് എല്ലാം ഉപയോഗിക്കുന്നത് അല്ലെ, ബേണിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകളാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഹീറ്റും ലൈറ്റും കൂടി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. താപവും പ്രകാശവും ഈ ജ്വലനത്തോടൊപ്പം ഉണ്ടാകുന്ന മറ്റു ബൈ പ്രോഡക്റ്റുകളാണ്. ഓക്കെ, അപ്പൊ രണ്ട് ഹൈഡ്രോ കാർബണുകളുടെ ഇക്വേഷനാണ് ടീച്ചറുടെ എഴുതിയിട്ടുള്ളത്. ഒന്ന് മീഥേനേതും അടുത്തത് ബ്യൂട്ടേനുമാണ്. അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെയും റിയാക്ഷൻസ് എഴുതി വെക്കുക, പഠിക്കുക കേട്ടോ. CH4 plus 2O2 gives CO2 plus 2H2O plus heat. പിന്നെ ലൈറ്റും ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് ആണ് തെർമൽ ക്രാക്കിംഗ്, താപീയ വിഘടനം. അപ്പൊ പേര് പോലെ തന്നെ എന്താണ്? ഡീകമ്പോസിഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് ഓക്സിജന്റെ അഭാവത്തിലാണ്. വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ് നമ്മളിവിടെ ഡീകമ്പോസിഷൻ ഹീറ്റ് ചെയ്യുമ്പോൾ. അത് വിഘടിച്ചുകൊണ്ട് ഇപ്പൊ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ എന്ന് വെച്ചാൽ തന്മാത്രാ ഭാരം കൂടിയത്, മാസ് കൂടുതലുള്ള തന്മാത്രകള് അത് ഡീകമ്പോസ് ചെയ്തുകൊണ്ട് തന്മാത്രാ ഭാരം കുറവുള്ള തന്മാത്രകളായിട്ട് മാറുന്നു. അപ്പോൾ ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാക്കുമ്പോൾ അൺസാച്ചുറേറ്റഡും സാച്ചുറേറ്റഡുമായിട്ടുള്ള കോമ്പൗണ്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഏറ്റവും അതിൽ മിനിമം നമ്മൾക്ക് തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാവണമെങ്കിൽ പ്രൊപ്പൈൻ മുതൽ മാത്രമേ തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാവുള്ളൂ. അപ്പൊ പ്രൊപ്പൈൻ ആണ് തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാക്കുന്നത് എങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടുന്നു? CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈഥീൻ അല്ലെ. ഈഥീനും മീഥേനുമാണ് നമ്മൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. അപ്പൊ ഇവിടെ അൺസാച്ചുറേറ്റഡും ഇത് സാച്ചുറേറ്റഡും അപൂരിതവും പൂരിതവുമായ ഉൽപ്പന്നങ്ങളാണ് നമ്മൾക്ക് കിട്ടുന്നത്. അപൂരിതവും പൂരിതവുമായ ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് കിട്ടുന്നു. അടുത്തത് C7H16 എന്ന് വെച്ചാൽ ഹെപ്റ്റേൻ. ഹെപ്റ്റേനാണ് ഡീകമ്പോസിഷൻ നടത്തുന്നത് എങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്നത് ഏതൊക്കെയാണ്? C4H10 ബ്യൂട്ടേനും ലഭിക്കുന്നുണ്ട്. C3H6 എന്ന് പറയുന്ന അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള പ്രൊപ്പീനും നമ്മൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ബ്യൂട്ടേൻ എന്ന് പറയുന്നത് LPGയിലെ ഒരു പ്രധാന ഘടകമാണ് ബ്യൂട്ടേൻ. അപ്പോൾ ആ ബ്യൂട്ടേൻ നമ്മൾക്ക് ഈ ഹെപ്റ്റേനെ ഇതുപോലെ ഡീകമ്പോസിഷൻ വഴി നമ്മൾക്ക് ബ്യൂട്ടേൻ നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഈ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട 5 കെമിക്കൽ റിയാക്ഷനുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒരു ലെങ്തി ക്ലാസ് ആയിട്ടുണ്ടാവും, എന്നാലും നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കും. ഓക്കെ, താങ്ക് യു.